കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ് ഭാഗം 2. കാർത്തുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. ഈശ്വര, ഇയാളായിരുന്നോ പുതിയ MD? അവനോട് കയർത്ത് സംസാരിച്ചതും ചെളിവെള്ളം തെറിപ്പിച്ചതും ഒക്കെ ഓർത്തപ്പോൾ അവൾക്ക് ഉമിനീർ പോലും വറ്റി. ഒന്നും വേണ്ടിയിരുന്നില്ല. ജോലി ശ്രദ്ധിക്കാൻ പോലും കാർത്തൂന് കഴിഞ്ഞില്ല. അതായിരുന്നു സത്യം. ഉച്ചയായപ്പോൾ ഗിരിയുടെ കോൾ വന്നു. എടി കാർത്തു, എന്താടോ? ധരൻ സാർ ഓരോരുത്തരെയും പരിചയപ്പെടാൻ വിളിക്കുന്നുണ്ട്. നീയാണ് അടുത്തത്. കേട്ടപ്പോൾ കണ്ണു മിഴിഞ്ഞു. ഹലോ ഗിരി. എടാ, ഞാൻ ലേശം ബിസിയാ. നീ അടുത്ത ആളെ വിളിക്ക്. ലാസ്റ്റ് പോരെ ഞാൻ? ആ, ഓക്കേ ഡി, അങ്ങനെ മതി. അവൻ ഫോൺ വെച്ചതും കാർത്തു ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാരി. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അവൻ വിളിച്ചെങ്കിലും കാർത്തു ഫോൺ എടുക്കാതിരുന്നു. വീണ്ടും അവൻ്റെ കോൾ. ഹലോ എടി, ലാസ്റ്റ് വൺ നീയാണ്, ചെല്ല്. ഞാൻ ഇതിൽ കയറിക്കോളാം. അവളുടെ കേബിൻ്റെ പിന്നിൽ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ MDയുടെ അവിടേക്ക് നേരിട്ട് കയറാം. അതായിരുന്നു കാർത്തു ഉദ്ദേശിച്ചത്. പക്ഷേ അവൾ അവിടേക്ക് പോയില്ല. അതായിരുന്നു സത്യം. ലഞ്ച് ബ്രേക്ക് ടൈമിൽ കാർത്തു മിണ്ടാതിരുന്ന് കഴിക്കുന്നത് കണ്ട് കൂടെയിരുന്നവർക്കൊക്കെ സംശയം. എന്നും കലിപില് ബഹളം വെക്കുന്നവളാണ്. ഇന്നിതെന്താ പറ്റിയേ? വല്ലാത്ത തലവേദന, അതാടി. കാർത്തു വേഗം കഴിച്ചെഴുന്നേറ്റു. സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആരെയാണോ എടുക്കുന്നേ? എന്തൊരു ഹാൻസം അടി. വൃന്ദ പറയുന്ന കേട്ടുകൊണ്ട് ടിഫിൻ ബോക്സ് എടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു. നിനക്ക് ബാം വല്ലതും വേണോ? എങ്കിൽ റെസ്റ്റ് റൂമിൽ ചെന്ന് എടുക്ക്. കുഴപ്പമില്ലനോ, ഞാനൊരു ടാബ് കഴിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പായി. അവൻ്റെ കണ്ണിൽ പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഈ സമയം ധരൻ ആരെയോ കോൾ ചെയ്യുകയാണ്. ഹലോ മോനെ. ആ അമ്മേ, ഫുഡ് കഴിച്ചോ? കഴിച്ചു. നീയോ? ഞാൻ കഴിക്കാൻ തുടങ്ങുക. അച്ഛനെന്തേ? ഉമ്മറത്തുണ്ട്. വീട് ശരിയായോ മോനെ? ഒരു ബ്രോക്കറെ കണ്ടിട്ടുണ്ട്. അയാൾ വൈകുന്നേരം പറയാമെന്ന് വിളിച്ചു പറഞ്ഞു. അതിരിക്കട്ടെ. എങ്ങനെയുണ്ട് പുതിയ ഓഫീസ്? കുഴപ്പമില്ലമ്മേ, ഇങ്ങോട്ട് എത്തിയതല്ലേ ഉള്ളൂ, നോക്കാം. ഇത്തിരി സമയം കൂടി സംസാരിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. റിവോൾവിംഗ് ചെയറിലിരുന്ന് ഒന്ന് കറങ്ങിക്കൊണ്ട് അവൻ നേരെ നോക്കിയത് CCTVയുടെ സ്ക്രീനിലേക്കാണ്. കോഫി ബ്രൗൺ നിറമുള്ള ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് വേഗത്തിൽ നടന്നു പോകുന്നു. അത് അവളല്ലേ, താൻ കാലത്തെ കണ്ട സാധനം? അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഗിരിയെ വിളിച്ചു. സാർ, അത് കാർത്തികയാണ്. കുറച്ചു മുന്നേ സാറിനെ പരിചയപ്പെട്ടില്ലേ? ആര്? ഗൗരവത്തിൽ അവൻ ചോദിച്ചു. ദേ, അവൾ ഇതിലൂടെയാണ് സാർ വന്നത്. അവൻ പിന്നിലെ ഡോറിലേക്ക് വിരൽ ചൂണ്ടി. അതെന്താ അവൾക്ക് മുന്നിൽ കൂടി വന്നാൽ? അത് സാർ, ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് കാർത്തികയുടെ ക്യാബിനിലേക്കാണ്. അതുകൊണ്ട് അവൾ ഇതിലേക്ക് കയറി പൊയ്ക്കോളാമെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, താൻ ചെല്ല്. എനിക്കിപ്പോൾ ആളെ മനസ്സിലായി. മീശയൊന്ന് പിരിച്ചുകൊണ്ട് ധരൻ പറഞ്ഞപ്പോൾ ഗിരി വേഗം ഇറങ്ങിപ്പോയി. ഏതുവരെ പോകും നോക്കാം. എന്തായാലും ഇവളെ ഇവിടെ തന്നെ കൊണ്ട് എത്തിച്ചത് നന്നായി. ഒരു ചെറിയ പണിയുടെ ആവശ്യമുണ്ട്. വൈകുന്നേരം വരെ ധരൻ അവളെ പ്രതീക്ഷിച്ചെങ്കിലും കാർത്തു വന്നില്ല. ഓഫീസ് 5 മണി വരെയായിരുന്നു. ഓരോരുത്തരായി ഇറങ്ങുകയാണ്. ധരൻ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. കാർത്തുവാണെങ്കിൽ ബാഗെടുത്ത് തോളിലിട്ട് വേഗത്തിൽ ഇറങ്ങി. നോക്കിയപ്പോൾ വാതിൽക്കൽ ധരൻ സാർ. ഈശ്വര, ഇയാൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുന്നത്? ശ്വാസം പിടിച്ചുകൊണ്ടവൾ അനുവിൻ്റെ പിന്നിലായി നിന്നു. ഇതാരാ? ഇയാൾക്ക് നമ്മുടെ ഓഫീസിൽ എന്താ കാര്യം? കാർത്തു അടുത്തെത്തിയതും ധരൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. എല്ലാവരും അന്തിച്ചുപോയി. സാർ, ഇത് നമ്മുടെ സെക്ഷൻ ഹെഡാണ്, കാർത്തിക നാരായൺ. പവി അവനോട് പറഞ്ഞു കൊടുത്തു. ഓ, അത് ശരി. എന്നിട്ട് നീ എന്താടി ഞാൻ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ വരാതിരുന്നത്? അതോ നിന്നെ എഴുന്നള്ളിക്കാൻ ആരെങ്കിലും താലോമെടുത്ത് വരണോ? അവൻ്റെ ശബ്ദം അവിടെ മാകെ മുഴുങ്ങി. കാർത്തു പോലും വിറച്ചുപോയി. സോറി സാർ, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ. ഇനഫ്. അവൻ്റെ അലർച്ചയിൽ കാർത്തൂനെ വിയർത്തു. കം. അവൻ്റെ പിന്നാലെ പോകുമ്പോൾ
എല്ലാ മുഖത്തും സങ്കടമായിരുന്നു. ഇത്രയും നേരം തങ്ങളോടൊക്കെ വളരെ കൂളായിട്ട് സംസാരിച്ചു നിന്ന സാർ അയാളുടെ വേറൊരു ഭാവം കണ്ടതും എല്ലാവരും ഒരുപോലെ പേടിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കാണാം. തൻ്റെ റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ചെയറിലിരുന്നു കൊണ്ട് അവൻ കാർത്തികയെ സൂക്ഷിച്ചു നോക്കി. കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുകയാണവൾ. എടി. അവൻ അങ്ങനെ വിളിച്ചതും കാർത്തൂന് ദേഷ്യം വന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. അവൾ മുഖമുയർത്തി. അവൻ ബാഗ് തുറന്ന് ഒരു കവർ വെളിയിലേക്കെടുത്തു. ഒരു പാൻ്റായിരുന്നു അതിൽ. ഇത് കൊണ്ടുപോയി നന്നായി സോപ്പിട്ട് ചെളിയൊക്കെ കളഞ്ഞിട്ട് വാ. അവൻ കാർത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അവനെ തുറച്ചു നോക്കി. സാർ, എനിക്ക് സമയം പോകുന്നു, ബസ് പോകും. പിന്നെ പെട്ടെന്നവൻ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. കാർത്തുവിൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട, പറയുന്നതനുസരിക്ക്, അല്ലെങ്കിൽ നിനക്കിട്ടിനി വേറെ പണി തരും, കാണണോ? അവൻ തൻ്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ അവൾ വാഷ്റൂമിലേക്ക് പോയി. ഈ കുരങ്ങനെ ഞാൻ ശരിയാക്കും, ഉറപ്പാ. കാവിലമ്മേ, ഇവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും. സോപ്പ് പതപ്പിച്ച് ബക്കറ്റിലേക്കിട്ട് നനയ്ക്കുകയാണവൾ. അപ്പോൾ ചെളി പോകാൻ ഇത്തിരി സമയമെടുത്തു. ഊരിപ്പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പാൻ്റ് അവന് നേർക്ക് നീട്ടി. അത് അവിടെ കൊണ്ടുപോയി വിരിച്ചിട്ട് എന്തിനാ എന്നെ പിടിപ്പിക്കുന്നത്? പല്ലെറുമ്മിക്കൊണ്ട് കാർത്തു വീണ്ടും വാഷ്റൂമിലേക്ക് പോയി. സാർ, ഇനി ഞാൻ പോയിക്കോട്ടെ? കർച്ചീഫ് എടുത്ത് കൈയും മുഖവും തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. എടി. എൻ്റെ പേര് എടിയെന്നല്ല, കാർത്തിക നാരായണൻ എന്നാ. അവൻ്റെ വിളി ഇഷ്ടമാകാതെ കാർത്തു പറഞ്ഞു. ഞാൻ നിന്നെ സൗകര്യമുള്ളത് വിളിക്കും, അതെൻ്റെ ഇഷ്ടമാണ്. തൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്ക്. മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ നിഷ്കുഭാവത്തിൽ കാർത്തു അവനെ നോക്കി. നീ എന്തൊക്കെയോ ആണെന്നോ ആളെ വിളിച്ച് കൂട്ടുന്നൊക്കെ കാലത്തെ പറയുന്ന കേട്ടല്ലോ. ഞാനോ? എപ്പോ? സാറിന് ആള് മാറിയോ എന്ന ഭാവമാണ് കാർത്തുവിനപ്പോൾ. അധികം അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, നിന്റെ വിളവ് ഞാൻ എടുക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ധരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈശ്വര, ഇയാളുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടാകും. കാർത്തു ബാഗും തോളിലിട്ടോടി. ബസ് പോയി കാണും. ശോ. അവൾ സമയം നോക്കി. 5:35. ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു. ചെന്നപ്പോൾ അറിഞ്ഞു ബസ് പോയെന്ന്. അടുത്ത ബസ് 6:15. അവൾ ഫോണെടുത്ത് അച്ചുവിനെ വിളിച്ചു. എടി, ഞാൻ ലേറ്റാകും, ബസ് പോയി. അച്ഛനോടെ ആ കവല വരെ വന്ന് കാത്തു നിൽക്കാൻ പറ. ശരി തുമ്പി, ഞാൻ പറയാം. അവൾ ഫോൺ കട്ട് ചെയ്തു. 1/2 മണിക്കൂർ സമയമുണ്ട്. വിശന്നിട്ടും വയ്യ. കോഫി ഡേയിലേക്കൊന്ന് പോയാലോ? കാർത്തു നേരെ അവിടേക്ക് നടന്നു. എല്ലാ സീറ്റിലും ആളാണ്. ആ പ്രതീക്ഷയും അസ്തമിച്ചു. പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ആരോ വിളിച്ചു. മാഡം, അവിടെ സീറ്റുണ്ട്, ഷെയർ ചെയ്യൂ. ഷോപ്പിലെ പയ്യനാണ്. ഓക്കെ. ചെന്നിരുന്നതും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കണ്ട് കാത്തു വീണ്ടും ഞെട്ടി. ധരൻ സാർ. ഈശ്വര, ഇയാളായിരുന്നോ? 1 സോയ കാപ്യുച്ചിനോ. ധരൻ ഓർഡർ കൊടുത്തിട്ട് തിരിഞ്ഞൊന്ന് നോക്കിയതും വലിഞ്ഞ മുഖവുമായി ഇരിക്കുന്ന കാർത്തൂനെ കണ്ടു. മാഡം, ഓർഡർ പ്ലീസ്. ഒരു ഫിൽറ്റർ കോഫി. ഓക്കെ. അവൾ ഫോണെടുത്ത് വെറുതെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പോഴേക്കും അച്ഛൻ വിളിച്ചു. ഹലോ അച്ഛാ. ആ, എന്താ മോളെ ലേറ്റായത്? ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഞാൻ കവലയിലുണ്ട്, നീ പോരെ. ശരിയച്ചാ. ധരൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. തിരിച്ചവളും കോഫി കുടിച്ച ശേഷം വേഗം തന്നെ കാർത്തു ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എന്തൊരു ജാടയാണ് അയാൾക്ക്, അഹങ്കാരി. ധരനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ദേഷ്യം കൂടി. വീട്ടിലെത്തിയപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇനി കുളത്തിലേക്കൊന്നും പോവേണ്ട, അസമയമാണ് കേട്ടോ കാർത്തു. മുത്തശ്ശിയാണ്. അതൊന്നും കുഴപ്പമില്ല, അമ്മയുണ്ടൊപ്പം, ഞാൻ വേഗം വരാം. അതും പറഞ്ഞുകൊണ്ട്
കാർത്തു അമ്മയും കൂട്ടി മുറ്റത്തേക്കിറങ്ങി. നല്ല നിലാവല്ലേമ്മേ? പാലൊളി തൂകി നിൽക്കുന്ന ചന്ദ്രനെ നോക്കി അവൾ പറഞ്ഞു. നാളെ പൗർണമിയാ. കട്ടമുല്ല നിറയെ മുട്ടിട്ട് നിൽക്കുന്നു. കുറേ എണ്ണം വിരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ പരിമളം അവിടെ ആകെ നിറഞ്ഞു. കുളത്തിലേക്കിറങ്ങി വേഗം ഒന്ന് നീന്തി തുടിച്ചിട്ട് അവൾ പടവിലേക്ക് കയറിയിരുന്നു. ആസ്വദിച്ച് കുളിയൊന്നും വേണ്ട, വേഗം വരാൻ നോക്ക്. സോപ്പ് പതപ്പിച്ചിരിക്കുന്നവളെ നോക്കി വിമല ഒച്ച വെച്ചു. ഇവിടെ ഇരിക്കണ്ടേ വിമലാദേവി, നമുക്കെതിരെ വർത്താനമൊക്കെ പറയാം. പെണ്ണെ, കളിക്കാതെ വരുന്നുണ്ടോ? അച്ഛനും മുത്തശ്ശനും ഒക്കെ കഞ്ഞി കുടിക്കാറായി. ചിറ്റയും മുത്തശ്ശിയും അച്ഛൻ പെങ്ങളും ഇല്ലേ, അവർ കൊടുത്തോളും. ഒന്നുകൂടെ നീന്തി തുടിച്ച ശേഷം മറപ്പുരയിലേക്ക് കാർത്തു കയറിപ്പോയി. മുട്ടപ്പമുള്ളൊരു ട്രൗസറും ഒറ്റ നോട്ടത്തിൽ ടെഡി ബിയറിനെ പോലെ തോന്നിക്കുന്ന ഒരിളം റോസുള്ള ബനിയനുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. അമ്മയോടൊപ്പം അകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ടു ഊണുമേശയിൽ ആവി പറക്കുന്ന കഞ്ഞിയും ചെറുപയർ തോരനും കണ്ണിമാങ്ങ അച്ചാറും പിന്നെ കൊണ്ടാട്ടവുമൊക്കെ നിരന്നിരിക്കുന്നത്. അച്ഛനും മുത്തശ്ശനും ഇരുന്ന് കഴിഞ്ഞു. ചെറിയച്ഛനാരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കാർത്തു നേരെ അച്ചുവിൻ്റെ റൂമിലേക്ക് പോയി. എടി അച്ചു, നീ ബിസിയാണോ? അല്ല, എന്തടി? ബനിയനിലെ തൊപ്പിയെടുത്ത് തലയിലേക്ക് വെച്ചുകൊണ്ട് കാർത്തു തിക്കും പൊക്കും നോക്കി. ഞങ്ങൾക്ക് പുതിയ MD ചാർജ് എടുത്തു. ആണോ? ആളെങ്ങനെ, കിടുവാണോ? പിന്നെ കിക്കെടുവല്ലേ. പേരെന്താടി? ധരൻ കൃഷ്ണൻ. വാവ്, പൊളിച്ചൂല്ലോ മോളെ. ആ, ആളെ നീ അറിയും. ഞാനോ? അങ്ങനെ ഒരു പേരുള്ള ആളോ? അവൾ ആലോചനയോടെ ചൂണ്ടുവിരൽ താടിയിൽ ചേർത്തു. അതെ. അതാരാ തുമ്പിപ്പെണ്ണെ? എനിക്കങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അതോ, നമ്മൾ കാലത്തെ കണ്ട ആളില്ലേ, വഴി വെച്ച് ഞാൻ വെള്ളം തെറിപ്പിച്ച? ഈശ്വര, ആ സാറോ? അതേടി. ദൈവമേ, നിന്നെ തിരിച്ചറിഞ്ഞോടി? അതെന്താ, അവന് വല്ല അൾഷിമേഴ്സും ഉണ്ടോ അത്ര പെട്ടെന്ന് മറന്നുപോകാൻ? എന്നിട്ട് നിന്നോടെന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാലും ആളിത്തിരി കലിപ്പില്ല. എന്തൊരവസ്ഥയാണല്ലേ തുമ്പി. ഓ, എന്തോന്നവസ്ഥ. എന്നോട് വിളിച്ചിലെടുത്താൽ അവനിട്ട് ഞാൻ 2 പെട കൊടുക്കും, അത്ര തന്നെ. കഴിക്കാൻ വരുന്നില്ലേ പിള്ളേരെ? ചിറ്റ വിളിച്ചപ്പോൾ 2 ആളും കൂടി എഴുന്നേറ്റു.